മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ജാസ്മിന്റെ ഫ്ലോർ ക്ലീനർ എങ്ങനെയാണ് തയ്യാറാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളൊരു 4 ഐറ്റത്തിന്റെ ചെയ്തിട്ടുണ്ട്. 5ാമത്തെയാണ് നമ്മുടെ ജാസ്മിന്റെ ഫ്ലോർ ക്ലീനർ കേട്ടോ. മുന്നുള്ള വീഡിയോസ് ഒക്കെ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജാസ്മിന്റെ ഫ്ലോർ ക്ലീനർ ആണ്. അപ്പൊ ഇതിന്റെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും കിറ്റ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലോർ ക്ലീനർ. അപ്പൊ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പുറത്തോട്ട് സെയിൽ ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് വളരെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ടൈം കളയണ്ട, വേഗം പോന്നോളൂ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കേട്ടോ. അപ്പൊ അതിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു പോലെ നമ്മുടെ ഈ ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മിക്സിങ്ങിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു കോലാണ്. ഞാൻ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ട്. പിന്നെ ഇതുപോലെ ഒരു ബക്കറ്റ്, ട്രാൻസ്പെറന്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതുപോലെ ഒരു 30 ലിറ്ററിന്റെയോ അല്ലെങ്കിൽ ഒരു 25 ലിറ്ററിന്റെ ഒക്കെ ബക്കറ്റ് ഉള്ളത് നല്ലതാണ്. എന്നാലാണ് നമുക്ക് ഇത്രയധികം ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പൊ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചെറിയതാണ്. ഇതിന്റെ വലിയ ബക്കറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ബക്കറ്റ് വേണം. പിന്നെ നമ്മുടെ കിറ്റിലേക്കുള്ള ഐറ്റംസ് ആണ്. അപ്പൊ നമ്മുടെ കിറ്റിൽ ആകെ 3 ഐറ്റം വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട്, അതുപോലെ തന്നെ കളറ്, ഫ്രാഗ്രൻസ്, ഇത്രയും ഐറ്റംസ് മതി നമുക്ക് ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ 1/2 ലിറ്റർ കൊണ്ട് 10 ലിറ്റർ ആണ് ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ചെറിയൊരു ബോട്ടിൽ തന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റ് നമുക്ക് ഫ്ലോർ ക്ലീനറിനൊക്കെ വരാറുണ്ട്. പല ബ്രാൻഡുകളുടെയും നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലിലും കളറിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ആദ്യം നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബക്കറ്റിലേക്ക് ഫ്ലോർ ക്ലീനറിന്റെ കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ലിറ്റർ കോമ്പൗണ്ട് ആണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് 10 ലിറ്റർ മേക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളിനി സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജാസ്മിന്റെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ കോമ്പൗണ്ട് ആദ്യം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ സ്മെല്ലൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ജാസ്മിന്റെ നല്ലൊരു പ്രത്യേക തരം ഒരു സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മള് സ്മെല്ലൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് കളറൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ റെഡി. വെറും 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റ് തന്നെ മതി കേട്ടോ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിലേക്ക് ഇനി 9.5 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ഇതേ അപ്പൊ നല്ലതുപോലെ പത വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പൊ ആദ്യം നമ്മൾ 5 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 4.5 ലിറ്റർ വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 4.5 ലിറ്റർ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കളറാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡാർക്ക് ആയിട്ട് വേണമെങ്കിൽ ഡാർക്ക് ആയിട്ട്, ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ ബോട്ടിൽസിലേക്ക് മാറ്റാൻ പോവാണ്. എനിക്ക് അധികം ടൈം ഇല്ല കേട്ടോ, അത് കാരണമാണ്. അപ്പൊ ഈ പദം മാറുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ബോട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ബോട്ടിലാക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ലിറ്ററിന്റെ ബോട്ടിലാണ് ഇപ്പൊ നിറയ്ക്കുന്നത്. 1 ലിറ്ററിന്റെ ക്യൂബിന്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നല്ല സ്മെല്ലും അതെ, നല്ല കളറും അതെ. നമ്മുടെ ഫ്ലോർ ക്ലീനർ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം ഓരോ ബോട്ടിൽസിലേക്ക് മാറ്റാം. എല്ലാം നമ്മളെ ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ലാബിൽ വരുന്നത്. ഈ ലാബിലൂടെ നമുക്ക് ബോട്ടിൽസിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ലാബിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇതിന്റെ കിറ്റുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അല്ല, നമ്മുടെ തൃശ്ശൂർ ഷോപ്പ് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ വരുന്നത്. അപ്പൊ തൃശ്ശൂർ വന്നിട്ട് മേടിക്കാൻ പറ്റിച്ചെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ ഷോപ്പിൽ വന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബൈ.